ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഫോർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വേണം ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ്റെ ഈ വീഡിയോയിലേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മൾ പ്രപ്പോസിഷൻസിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും 4 പ്രപ്പോസിഷൻസ് ആണുള്ളത്. ഒന്ന് ഫോർ, ഇൻ, ഓൺ, അറ്റ്. ഈ 4 പ്രപ്പോസിഷൻ നിങ്ങൾ തെറോ ആയിട്ട് പഠിച്ചതാണല്ലോ. ഇംഗ്ലീഷിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യാൻ പറ്റും. സോ നമുക്കിന്ന് ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ നോക്കാം. മലയാളത്തിൽ നമ്മൾ ഈ ഇല്ല് വെച്ച് അവസാനിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂട്ടിൽ, കൊച്ചിയിൽ, വീട്ടിൽ, ബുക്കിൽ, ഡിസംബറിൽ, അങ്ങനെ നമ്മൾ ഇല്ലില്ല് വെച്ച് അവസാനിക്കില്ലേ? അങ്ങനത്തെ പ്രപ്പോസിഷൻസ് ആണ് നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആവട്ടെ അല്ലെങ്കിൽ ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആവട്ടെ, ഇത് രണ്ടും വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുന്ന ഡിഫറൻസ്, ഈ ഇന്നും ഓണും എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന പ്രപ്പോസിഷൻസ് ആട്ടോ. കാരണം അതെവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് ആർക്കും അറിയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ അതും കൂടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ 2 പ്രപ്പോസിഷൻസിനും നമുക്ക് ഇല്ല് വരുന്ന വാക്കുകളാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മൾ സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു ചെറിയ ഡിഫറൻസസ് ഉണ്ട്, കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് ഈ 2 എണ്ണത്തിനും. ഓക്കെ, സോ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ അല്ലെങ്കിൽ ഇൻ എന്ന് പറയുന്നതിന് നമുക്ക് ആദ്യം യൂസ് ചെയ്യാൻ പറ്റുന്നത് മാസം, വർഷം. ശ്രദ്ധിക്കുക, മാസം, വർഷം. ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല, തീയതി ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. തീയതി വരുവാണെങ്കിൽ അത് ഓണാണ്. ഓക്കെ, എല്ലാവരും അത് തെറ്റിക്കുന്നൊരു കേസാണ് കേട്ടോ. ഓക്കെ, ഞാൻ 2001 ജനിച്ചത്. ഓക്കെ, ഞാൻ 2001 ജനിച്ചത്. അപ്പോൾ ഈ 2001 എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയൊരു പോസിബിലിറ്റി വരെ നമുക്കുണ്ടല്ലേ. ജാനുവരി ആകാം, ഫെബ്രുവരി ആകാം, മാർച്ച് ആകാം, ഏപ്രിൽ ആകാം. 12 മാസമുണ്ട്, അതിൽ 365 ദിവസമുണ്ട്, ഏത് ദിവസവും വേണമെങ്കിലും ആകാം. ഓക്കെ, സോ അങ്ങനത്തെ കേസൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നോക്കിയേ, ഐ വാസ് ബോൺ ഇൻ 2001. ഓക്കെ, 2001 എന്ന് പറയുമ്പോൾ ഏത് ദിവസവും ആകാം 2001 അല്ലേ. എന്താ പറയുക, ഏത് മാസവും ആകാം, ഏത് ദിവസവും ആകാം, ഏത് ആഴ്ചയും ആകാം അല്ലേ. അതുകൊണ്ട് അവിടെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡിസംബറിൽ അവൾ ഞങ്ങളെ സന്ദർശിക്കും. ഡിസംബറും അതേപോലത്തെ കേസ് തന്നെയല്ലേ. ഡിസംബർ എന്ന് പറയുമ്പോൾ ഡിസംബറിൽ ഏത് ദിവസവും ആയിക്കൂടെ? ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ഒന്നും അവിടെ എടുത്ത് പറയുന്നില്ലല്ലോ. ഏത് ദിവസവും ആകാം. അപ്പോൾ ഡിസംബർ 25 ആകാം, ക്രിസ്മസിൻ്റെ അന്നാകാം, അല്ലെങ്കിൽ എന്താ പറയുക ഡിസംബർ 3 ആകാം, ഏത് ദിവസവും ആകാം. അപ്പം അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ നിങ്ങൾ മാസത്തിൻ്റെ കേസിലും വർഷത്തിൻ്റെ കേസിലൊക്കെ നിങ്ങൾ ഇന്നാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഡിസംബറിൽ അല്ലെങ്കിൽ ഡിസംബർ 25 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ കേസ് ഇവിടെ മാറും. ഇവിടെ ഇന്ന് മാറി ഓണാകും. ഓക്കെ, കാരണം ഡിസംബർ 25 ആകെ ഒരെണ്ണേ ഉള്ളൂ. കുറേ ഡിസംബർ 25 ഉണ്ടോ ഒരു വർഷത്തിൽ? ഇല്ല, ആകെ ഒരു ഡിസംബർ 25 ഉള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ കേസ് എന്താ? ഡിസംബറിൽ അവൾ ഞങ്ങളെ സന്ദർശിക്കും. സന്ദർശിക്കുന്ന പറഞ്ഞാൽ വിസിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അർത്ഥം. ഓക്കെ, വിസിറ്റിൻ്റെ മലയാളമാണ് സന്ദർശിക്കുക എന്നുള്ളത്. ഷീ വിൽ വിസിറ്റ് us in ഡിസംബർ. ഇവിടെ എന്തുകൊണ്ടാണ് വില്ല് വന്നേക്കുന്നത്? സന്ദർശിച്ചു എന്നല്ല പറഞ്ഞേക്കുന്നത്, സന്ദർശിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. വരാനിരിക്കുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നതാ. ഈ ഒരു സംഭവമാണ് ഇവിടെ വില്ല് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. സന്ദർശിക്കും, സന്ദർശിച്ചിട്ടില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ വില്ല് വന്നേക്കുന്നത് കേട്ടോ. സോ വില്ല് കഴിഞ്ഞ് നമ്മൾ വേർബ്, ഫസ്റ്റ് ഫോം ഓഫ് ദി വേർബ്, കാരണം ഫ്യൂച്ചർ ടെൻസാണ്. ടെൻസസിൻ്റെ ഒരു സീരീസ് ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും. ഓക്കെ, ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ടെൻസസ് ഇടയ്ക്ക് വരുവാണെങ്കിൽ ഒന്ന് കേട്ടിരിക്കുക. ഓക്കെ, ഷീ വിൽ വിസിറ്റ് us in ഡിസംബർ. ഡിസംബറിൽ അവൾ ഞങ്ങളെ വിസിറ്റ് ചെയ്യും. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കേതാ, 2001 ഡിസംബറിൽ, എല്ലാം ഇല്ലാണല്ലേ. ഇനി ഞാനൊരു മണിക്കൂറിൽ, അവിടെയും ഇല്ല, തീർക്കും. ഞാനൊരു മണിക്കൂറിൽ തീർക്കും, എന്തെങ്കിലും വർക്ക് ആയിരിക്കാം. ഓക്കെ, തീർക്കും. ഇതാ പിന്നെയും ഇവിടെ കും വന്നു. കും വരുമ്പോൾ ആരാ വരിക? വില്ല് വരും. ഞാൻ I will finish the work in an hour. I will finish the work in an hour. ഇവിടെ തീർക്കും എന്ന് പറഞ്ഞേക്കുന്നതിനാണ് ഫിനിഷ്. തീർക്കും, ഫിനിഷ്. എക്സ്ക്യൂസ് മീ. ഇൻ ആൻ അവർ. ഇവിടെ എങ്ങനെയാണ് ആൻ വന്നേക്കുന്നത് എല്ലാവർക്കും അറിയാലോ. എങ്ങനെയാണ് വന്നേക്കുന്നത്? ഹവർ എന്നല്ല നമ്മൾ പറയാം, അവർ എന്നാണ് പറയുക. ഓക്കെ, അതുകൊണ്ട് അത് തുടങ്ങുന്നത് ഒരു വവൽ സൗണ്ടിലാണ്. അതുകൊണ്ട് ഈ ഒരു എന്ന് പറഞ്ഞേക്കുന്നതിനെയാണ് ഇവിടെ ആൻ കൊടുത്തേക്കുന്നത്. ഇന്നും നമ്മൾ ആനും എയും പഠിച്ചിട്ടുണ്ടല്ലേ. ഒരു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ആൻ അല്ലെങ്കിൽ എ നമ്മൾ യൂസ് ചെയ്യാം. സോ ആൻ, അവർ. അടുത്തത് പ്ലേസ് അല്ലെങ്കിൽ ലൊക്കേഷൻ. ഏത് സ്ഥലത്താണെന്നുള്ളതാണ് കാണിക്കുന്നത്.
അവൾ കേരളത്തിൽ വീണ്ടുമിൽ ആണ് താമസിക്കുന്നത്. ഷീ ലിവ്സ് ഇൻ കേരള. ഓക്കെ, സ്ഥലത്തിനെ പറ്റി പറയാം. അവർ കേരളത്തിലാണ് താമസിക്കുന്നത്. ഷീ ലിവ്സ് ഇൻ കേരള. ഓക്കെ, അടുത്തത് താക്കോലുകൾ ബാഗിലുണ്ട്. താക്കോൽ അല്ല, താക്കോലുകൾ ഒന്നിലധികമുണ്ട്. ഓക്കെ, ദ കീസ് ഒന്നിലധികം ഇവിടെ നമ്മൾ എസ് വെച്ച് ഡിനോട്ട് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടില്ലേ? യെസ്, ദ കീസ് ആർ. എന്തുകൊണ്ട് ആറ് വന്നു? ഒന്നിലധികം ഉള്ളതുകൊണ്ട് ആറ് വന്നു. ഓക്കെ, ദ കീസ് ആർ ഇൻ ദി ബാഗ്. ഓക്കെ, അതായത് ഇൻസൈഡ് എന്ന് പറയുന്നൊരു മീനിങ് ആണ് അവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ അകത്താണുള്ളതെന്ന് പറയുന്നതിന് നമ്മൾ ഇൻസൈഡ് എന്ന് പറയും അല്ലേ? സോ ഇൻ ദി ബാഗ്. ഇനി ഞാൻ എൻ്റെ മുറിയിലിരുന്നാണ് പഠിക്കുന്നത്. മുറിയിൽ ഇരുന്നാണ് പഠിക്കുന്നത്. മുറിയുടെ അകത്തുനിന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ? ഐ സ്റ്റഡി ഇൻ മൈ റൂം. ഓക്കെ, ഐ സ്റ്റഡി ഇൻ മൈ റൂം. നെക്സ്റ്റ്, ഇനി അടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ. അത് നമ്മൾ എൻക്ലോസ്ഡ് സ്പേസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ എടുത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. സോ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ടാങ്കിൽ ഒരു മീനുണ്ട്. ടാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എൻക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്നൊരു സ്ഥലമല്ലേ? അല്ല, അടഞ്ഞു കിടക്കുമല്ലേ? അതിനകത്ത് വെള്ളമുണ്ട്, അതിൽ മീനുണ്ട്. ഓക്കെ, സോ ദർ ഇസ് എ ഫിഷ് ഇൻ ദി ടാങ്ക്. ടാങ്കിൽ കണ്ടോ, ഇല്ല വന്നു അവിടെ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാലും ഓണെന്ന് പറഞ്ഞാലും അവിടെയൊക്കെ ഇല്ല വരുന്നത്. പക്ഷേ നമ്മൾ പറയുന്ന സിറ്റുവേഷൻസിൽ അത് മാറ്റമുണ്ട്. ഇപ്പം നമ്മൾ ഓണം പഠിക്കും, ഓണിൻ്റെ പ്രപ്പോസിഷനും നമ്മൾ പഠിക്കും. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഇന്നിന് പഠിച്ചേക്കുന്ന കാര്യങ്ങളായിരിക്കില്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. എന്തെങ്കിലും ഒരു എക്സ്ട്രാ സംഭവം അവിടെ ഉണ്ടാവും. ഓക്കെ, സോ ദർ ഇസ് എ ഫിഷ് ഇൻ ദ ടാങ്ക്. ടാങ്കിൽ ഫിഷ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, കിളി കൂട്ടിലാണ്. കിളി എവിടെയാ? കൂട്ടില. കൂടെന്ന് പറയുമ്പോഴും എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലമല്ലേ അല്ലേ? ദ ബേർഡ് ഇസ് ഇൻ ദി കേജ്. ബേർഡ് എവിടെയാ? കേജിലാണ് അല്ലേ? നെക്സ്റ്റ്, കുട്ടികൾ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തേ? പാർക്കിൽ. ഓക്കെ, കുട്ടികൾ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കിഡ്സ് ആർ പ്ലേയിങ് ഇൻ ദി പാർക്ക്. ഇവിടെ എങ്ങനെ ആറ് വന്നു? എങ്ങനെ വന്നു? കിഡ് എന്നല്ല പറഞ്ഞേക്കുന്നത്, കിഡ്സ് എന്നാ പറഞ്ഞേക്കുന്നത്, പ്ലൂറലാ അല്ലേ? സോ കിഡ്സ് ആർ പ്ലേയിങ് ഇൻ ദി പാർക്ക്. നെക്സ്റ്റ്, നമ്മൾ എന്തെങ്കിലും ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫീൽഡ്, ഞാൻ പോലീസിലാണ്, ഞാൻ പട്ടാളത്തിലാണ്, ഞാൻ ടീച്ചിങ്ങിലാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ല. അതൊരു കുറച്ച് ആൾക്കാരുടെ ഒപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഒരു പെർട്ടിക്കുലർ നെയിം നമ്മൾ കൊടുക്കും അല്ലേ? സോ അങ്ങനത്തെ കേസിന് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, അവൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ബാങ്കിൽ, അത് ബാങ്കിലൊരു കൂട്ടം ആൾക്കാരുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത് അല്ലേ? ഹി വർക്ക്സ് ഇൻ എ ബാങ്ക്. He works in a bank. In a ബാങ്കിൽ, ബാങ്ക്. ഓക്കെ, അവൾ പോലീസിലാണ്. അവൾ പോലീസിൽ ആണ്. She is in the police. Okay, she is in the police. Next, എനിക്ക് ടീച്ചിങ്ങിൽ താല്പര്യമുണ്ട്. എല്ലാ സെൻറ്റൻസും എടുത്ത് നോക്കൂ. പോലീസിൽ, ബാങ്കിൽ, ടീച്ചിങ്ങിൽ, ഇൽ അല്ലേ? എനിക്ക് ടീച്ചിങ്ങിൽ താല്പര്യമുണ്ട്. ഓക്കെ, ഐ എം ഇൻട്രസ്റ്റഡ്. താല്പര്യം, ഇൻട്രസ്റ്റഡ് ഇൻ ടീച്ചിങ്. എന്താണ്? ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ടീച്ചിങ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്തുകൊണ്ടാണ് ഹി വർക്ക്സ് ഇൻ ബാങ്ക് വന്നത്? അയാൾ ഒരു ദിവസമാണോ ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്? അയാളുടെ ഡ്യൂട്ടിയാണതല്ലേ, അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷനാണ്. അപ്പോൾ എല്ലാ ദിവസവും അയാളുടെ ബാങ്കിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ പറയാന്നുള്ളത്. അതുകൊണ്ടാണ് ഹി വർക്ക്സ് ഇങ്ങനത്തെ ഒരു സെൻറ്റൻസ് ഫ്രെയിമിങ് വന്നത്. ഹി ഒരു സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ വർക്ക് അല്ല, വർക്ക്സ് ആണ് കൊടുത്തേക്കുന്നത് ഇൻ എ ബാങ്ക്. ഓക്കെ, സോ എനിക്ക് ടീച്ചിങ്ങിൽ താല്പര്യമുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയാം കേട്ടോ. ഐ എം വെച്ചിട്ട് നമ്മൾ പറയാം, എനിക്ക് ഡാൻസിങ്ങിൽ താല്പര്യമുണ്ട്, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ഡാൻസിങ്. എനിക്ക് വരയ്ക്കാൻ താല്പര്യമുണ്ട്, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ഡ്രോയിങ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പറയാം. നെക്സ്റ്റ്, അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട്.
they are interested in learning English. ഓക്കെ, അതേ ഫോമാറ്റ് തന്നെ അല്ലേ? ഇവിടെ എൻ്റെ കാര്യം ആയതുകൊണ്ട് ഐ ആം വന്നു, ഇത് അവരുടെ കാര്യം ആയതുകൊണ്ട് ദേ വന്നു, ആറും വന്നു. ദേ ആർ എന്താ അടുത്തത് വേർബാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അല്ലേ? ഇൻട്രസ്റ്റഡ് ഇൻ എന്തിൽ? ലേണിംഗ് ഇംഗ്ലീഷ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞിട്ടാണ് ആ ഇൻട്രസ്റ്റ് നമ്മളവിടെ വെച്ചേക്കുന്നത്. ഇവിടെ ഇന്ന് കഴിഞ്ഞിട്ടാണ് ആ ഇൻട്രസ്റ്റ് നമ്മൾ വെച്ചേക്കുന്നത് അല്ലേ? ഇവിടെ എന്താണ്? ഇന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഉദ്യോഗം പറഞ്ഞേക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ, റൈറ്റ്? സോ ഇന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ കാര്യം പറയുന്നത്. നെക്സ്റ്റ്, ഇനി രീതി, എന്തെങ്കിലും ഒരു സ്റ്റൈലോ ഫോമോ അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കത്ത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ കത്ത് എഴുതുക എന്നുള്ളത് അതിൻ്റെ ഒരു സ്റ്റൈലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോമാണ് അല്ലേ? സോ ദ ലെറ്റർ ഇസ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റൈൽ ഏതാ? ഇംഗ്ലീഷാണ് അല്ലേ? സോ ഇംഗ്ലീഷിന് മുന്നേ ആര് വന്നു? ഇന്ന് വന്നു. ദ ലെറ്റർ ഇസ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലാണ് കത്ത് എഴുതിയേക്കുന്നത്. ഇനി അവൾ താഴ്ന്ന ശബ്ദത്തിൽ സംസാരിച്ചു. താഴ്ന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ ലോ വോയിസ് എന്നാണ്. അത് ചെറുതായിട്ട് വിസ്പർ ചെയ്തോ അല്ലെങ്കിൽ ഒച്ച കുറച്ചോ സംസാരിച്ചു. ഷീ സ്പോക്ക് ഇൻ ലോ വോയിസ്. ഈ സ്പോക്ക് ഇവിടെ എങ്ങനെ വന്നു? ഇവിടെ എന്താ എഴുതിയേക്കുന്നേ? ചു, സംസാരിച്ചു, കഴിഞ്ഞു പോയ കാര്യമാണല്ലേ. കും വരാനിരിക്കുന്നത്, ചു കഴിഞ്ഞു പോയത് അല്ലേ? താമസിച്ചു. ഓക്കെ, ഇവിടെ സംസാരിച്ചു. ഷീ സ്പോക്ക് ഇൻ ലോ വോയിസ്. ഇനി ദയവായി നിങ്ങളുടെ ഉത്തരം വലിയ അക്ഷരങ്ങളിൽ എഴുതുക. വലിയ അക്ഷരം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റൈലല്ലേ അത്? വലുതായിട്ട് ഉരുട്ടി ഉരുട്ടി എഴുതുന്ന ഒരു സ്റ്റൈലല്ലേ? ഇനി ദയവായി എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പ്ലീസ് എന്നാ പറയാം അല്ലേ? പ്ലീസ് റൈറ്റ് യുവർ ആൻസർ ഇൻ വലിയ അക്ഷരങ്ങൾ, ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ഒരു ഫോം ഓഫ് സ്റ്റൈൽ അല്ലേ? ഒരു എഴുതുന്നൊരു രീതിയല്ലേ? സോ പ്ലീസ് റൈറ്റ് യുവർ ലെറ്റേഴ്സ് ഇൻ എന്തിൽ? ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ്, ഇനി ആക്ടിവിറ്റിയാണ്. ഇത് നിങ്ങൾ ചെയ്ത് കോമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ ആൻസർ ഇടണം. ഓക്കെ, അവൻ 2003 ജനിച്ചത്. ഇത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ അവളെ ട്രെയിനിൽ കണ്ടു. ഞാൻ അവളെ ട്രെയിനിൽ കണ്ടു. കണ്ടു, ഇത് വരുമ്പോൾ എന്ത് വരണം? ഊവാ വന്നേക്കുന്നല്ലേ? എന്ത് വരണം? ആലോചിക്കാം. അവർ കൊച്ചിയിലാണ്. ഓക്കെ, അവർ കൊച്ചിയിലാണ് താമസിക്കുന്നത്. എഴുതിയാലും എഴുതിയില്ലെങ്കിലും കൊച്ചിയിലാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഫ്രിഡ്ജിൽ ജ്യൂസ് ഉണ്ട്. ഫ്രിഡ്ജ്, അതായത് ഫ്രിഡ്ജിൻ്റെ അകത്ത് ജ്യൂസ് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ ജ്യൂസ് ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 4 സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ കോമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എല്ലാവരുടെയും കോമൻറ്റ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ കോമൻറ്റ്സിനും ഞാൻ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ നിന്ന് തന്നെ പഠിച്ചു പോവാം. ഓക്കെ, സോ മാത്രമല്ല ഈ ഒരു വീഡിയോയുടെ കൂടെ നിങ്ങൾക്ക് ഇന്ന് വെച്ച് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഒരു 20 സെൻറ്റൻസസും കൂടെ ഞാൻ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അതും നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആയിരിക്കും, സിമ്പിൾ സെൻറ്റൻസസ് ആയിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യേണ്ടതാണ്. അതേപോലത്തെ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിലും അതും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. സോ ഇതേപോലെ സിമ്പിൾ ഇംഗ്ലീഷിനായി നിങ്ങൾ എൻട്രി ഇംഗ്ലീഷ് ഫോളോ ചെയ്യുക. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്